നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിക്ക് തിരിച്ചടി. ട്രംപ് ഇന്ത്യക്ക് നൽകിയ അടി അതിന് മുട്ടൻ തിരിച്ചടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പുടിനുമായിട്ടും അതുപോലെ തന്നെ ഷി ജിൻപിങ്ങുമായിട്ടും ഒക്കെ പ്രധാനമന്ത്രി വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ട്രംപിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഒരേ കാറിൽ യാത്ര ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉച്ചകോടിക്ക് ശേഷമുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുന്ന ഹോട്ടലിലേക്കായിരുന്നു ഇരുവരും പുടിന്റെ ഔദ്യോഗിക കാറായ ഔറസ് സെനറ്റിൽ യാത്ര ചെയ്തത്. പുടിൻ തന്നെയാണ് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് വേണ്ടി 10 മിനിറ്റോളം പുടിൻ കാത്തുനിന്നു. പുടിനുമായി ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചു. റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ നടന്നത്. രണ്ടു നേതാക്കളും പുടിന്റെ കാറിലായിരുന്നു യാത്ര ചെയ്തത്. ഇരുവരും വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സ്ഥലത്തെത്തിയ ശേഷവും കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ 45 മിനിറ്റോളമാണ് ചർച്ച തുടർന്നത്. അതിനുശേഷം നേതാക്കൾ 1 മണിക്കൂർ നീണ്ട ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്തു. ഔദ്യോഗിക വൃത്തങ്ങൾ ഈ വിവരങ്ങളൊക്കെ നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ പുടിന്റെ കാറ് ഔറസ് സെനറ്റ് അതീവ സുരക്ഷയുള്ള ഒരു കാറാണ്. വെടിയുണ്ട, ഗ്രനേഡ് ഇവയെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് ഔറസ് സെനറ്റിന്. മാത്രമല്ല, അടിയന്തര ഘട്ടത്തിൽ ഓക്സിജൻ നൽകാനുള്ള സംവിധാനം, അഗ്നിരക്ഷാ സംവിധാനം തുടങ്ങിയവയും ഔറസ് സെനറ്റിൽ ഉണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യക്ക് US അധിക ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യയോടുള്ള പുടിന്റെ സമീപനം അത് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. US സമ്മർദ്ദം തുടർന്നിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ദേശീയ താൽപര്യത്തിന് അനുസൃതമായാണ് ഊർജ്ജ ഇറക്കുമതി നയങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് US ഇന്ത്യയുടെ മറുപടി. ഉഭയകക്ഷി ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ പുടിൻ പ്രശംസിച്ചു. ചൈനയിലെ തിയാൻജിനിൽ നടന്ന SCO ഉച്ചകോടി വേദിയിലെ ക്രമങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടക്കുന്ന വേദിയിലേക്ക് യാത്ര ചെയ്തത് ഒരേ കാറിൽ എന്നതും ട്രംപിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തെ അമേരിക്ക പരസ്യമായി അപലപിച്ച സാഹചര്യത്തിലാണ് പ്രസിഡന്റ് പുടിന്റെ ഈ നടപടി. എണ്ണ വാങ്ങുന്നതിലൂടെ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. തുടർന്നാണ് ശിക്ഷാ നടപടിയായി അമേരിക്ക 50% നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. US സമ്മർദ്ദമുണ്ടായിരുന്നിട്ടും ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നിർത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയം. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും പ്രധാനമന്ത്രി മോദി നടത്തിയ അനൗപചാരിക കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഷാങ്ഹായ് സഹകരണ പ്രഖ്യാപനം ഇന്ത്യയുടെ നിലപാടിന്റെ അംഗീകാരമാണിത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ചെറുക്കണമെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ സ്പോൺസർ ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല എന്നും ഭീകരവാദത്തെ മതമൗലികവാദത്തെയും ശക്തമായി ചെറുക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.